ഹലോ. ഞാൻ ഇന്ന് ചാനൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വീണ്ടും ഒന്ന് ചെയ്യാൻ എനിക്ക് എന്തൊരു മനസ്സിന് പ്രേരണയുണ്ടായി. പറയാതിരിക്കാനും വയ്യ, പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും പറഞ്ഞു പോവുക, ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ വചനമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അല്ലാതെ തന്നെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ആലയങ്ങളിൽ കണ്ടുവരുന്ന കുറച്ച് പ്രവണത, മനുഷ്യരുടെ ഇടയിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മെയിനായിട്ടും പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഡ്രസ്സിനെ പറ്റിയാണ്. നമ്മുടെ പള്ളികളിലേക്ക് പോകണം പാഷൻ പരേഡ് കാണണമെങ്കിൽ. അതൊരു ദേവാലയമാണെന്നോ അല്ലെങ്കിൽ തമ്പുരാൻ്റെ സന്നിധിയിലാണോ പോയി നിൽക്കുന്നതെന്നോ, ഈ പള്ളി വികാരികളുടെ മുമ്പിലാണോ പോയി നിൽക്കുന്നതെന്നോ, അല്ലെ കന്യാസ്ത്രീയുടെ മുമ്പിലാണോ നിൽക്കുന്നതെന്നോ, അല്ല കന്യാസ്ത്രീകൾക്കും പള്ളി വികാരികൾക്കൊന്നും ഒരു വിലയുമില്ല പള്ളിയിൽ. എങ്കിലും ഞാനങ്ങ് പറയാം, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തികൾ, അതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇവരെ ഒന്നും പേടിയില്ല, ബഹുമാനമില്ല. അവർക്കൊക്കെ പറയണമെന്നുണ്ടാകും നിങ്ങളുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ, പക്ഷെ പറയാനുള്ള ധൈര്യമില്ല. ഇപ്പൊക്കെ പിന്നെ നമ്മുടെ ഇടവക വികാരിയാണെന്നോ, അവര് പട്ടം സ്വീകരിച്ചവരാണെന്നോ, ദൈവത്തിന്റെ വിളിക്കപ്പെട്ടവരാണെന്നോ ഒന്നുമില്ല. പള്ളിയിൽ വരുന്ന വേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കിത് പറയണമെന്ന് നിർബന്ധമായിട്ട് എൻ്റെ മനസ്സ് പ്രേരിപ്പിക്കാൻ. അപ്പം ഞാനത് പറയാൻ തന്നെ തീരുമാനിച്ചു. എന്താ കാര്യം അറിയുമോ? പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഇറുകിയ ഡ്രസ്സ്, ജീൻസിൻ്റെ അല്ലെങ്കിൽ പാൻറ്, ലൂസ് ഒരു ബനിയനും അല്ലെങ്കിൽ ഒരു ഷർട്ട്, ഇത് വിട്ടങ്ങ് വരും. പിന്നെ ഒരു കോലമുണ്ട്, ബ്ലൗസ് ചുരിദാറിൻ്റെ ആയാലും ടോപ്പിൻ്റെ ആയാലും കൈയില്ലെങ്കിലും ഷോൾഡർ കുറച്ചെങ്കിലും ഇറങ്ങിയതാവാം, അതുമില്ല. ഇവിടെ വെറ്റിക്കോട്ടിൻ്റെ കൈ പോലെ, കൈ വെക്കുമ്പോൾ കഷമെല്ലാം കാണാം. 10, 16, 17, 20, 22, 25 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ വരവിൻ്റെ കാര്യമായി പറയുന്നേ. നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നേ? പള്ളിയിലേക്കാണോ? പള്ളിയിൽ പാഷൻ പരേഡിന് വരുന്നതാണോ നിങ്ങൾ? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടണോ? നിങ്ങൾക്ക് ദൈവകൃപ കിട്ടണമെങ്കിൽ ഈ കോലത്തിൽ വരരുത്. മറുവശത്ത് ആൺപിള്ളേർ വെച്ച് നിൽപ്പുണ്ട്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തന്നെയല്ലേ ഈ ആൺകുട്ടികളും. അവർ ഈ വേഷം കിട്ടി വരുന്നില്ലല്ലോ. അവർ തുണി എടുക്കാതെ വന്നാലും പ്രശ്നമൊന്നുമില്ല. ഒരു പാൻറ് മാത്രം ഇട്ട് വന്നാലും അവർക്ക് ഒരു നാണക്കേടും ഇല്ല, ഒന്നും അവർക്ക് കാണാൻ അത്ര വലിയ ഇതൊന്നും അവർക്കില്ല. പക്ഷെ സ്ത്രീകളോ, ആൺകുട്ടികൾ നല്ല ഡ്രസ്സിലാണ് വരുന്നത്, ഒരു കുഴപ്പമില്ല അവരെ കൊണ്ട്, ഏറ്റവും ഭംഗിയായിട്ട് ശരീരമെല്ലാം മറച്ചിട്ട്. പക്ഷെ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെ എവിടെയെല്ലാം കാണിക്കണോ കണ്ടോ 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 എന്ന് പറഞ്ഞ് ഇവരങ്ങ് വരിക. എനിക്ക് ഇത്രയൊക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടോളെ. നാണമില്ലേ നിങ്ങൾക്ക്? മര്യാദ എന്താണെന്ന് പഠിക്കണം ആദ്യം. കുടുംബത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്, മാതാപിതാക്കളുടെ അടുത്ത് നിന്ന്. മാതാപിതാക്കൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ മക്കൾ ഇതെല്ലാം തുണി അയച്ചിട്ടും വരും അവര്. അന്തസ്സും അഭിമാനവും ഇല്ലാത്ത മനുഷ്യര്, കഷവും കാണിച്ച് ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വശത്ത് എത്ര താത്തിറക്കാമോ അത്രയും. നിങ്ങൾക്ക് നല്ല ചുരിദാർ ഇട്ടിട്ട് വന്നുകൂടെ പള്ളിയിലെങ്കിലും? അല്ലാത്തപ്പോൾ നിങ്ങൾ ഏത് വേഷം കിട്ടി എവിടെ വേണമെങ്കിലും പോയിക്കോ, ഒരു പ്രശ്നം ആരും ചോദിക്കാൻ വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പള്ളിയിൽ വരും, മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ട് വന്നുകൂടെ? നിങ്ങൾ ആരെ കാണിക്കാനാണ് നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറി വരുന്നത്? മര്യാദ ഇല്ലാത്തത്. നാണോ മാനോ അറിയാതെ അതൊക്കെ കളഞ്ഞു വിളിച്ച് പോയോ? നിങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങളില്ലേ, അപ്പനില്ലേ, അവരുടെ മുമ്പിലല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്? സ്ത്രീയുടെ സൗന്ദര്യം മറയ്ക്കണം. അത് മറ്റുള്ള ആണുങ്ങൾക്കോ ആൺകുട്ടികൾക്കോ ഒന്നും അതൊക്കെ സൗന്ദര്യ വസ്തു കാണിക്ക് പ്രദർശനമാകരുത്. നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ കണ്ണിന് കുളിർമയാകാനുള്ളതല്ല. ആണുങ്ങളെല്ലാം പഴിക്കേണ്ടത്. ഇവിടെ എന്തെങ്കിലും പീഡനങ്ങളോ പിടിച്ചു പറയോ തോണ്ടലോ കിള്ളലോ മാന്തലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ മാത്രം, ആൺകുട്ടികളല്ല. അവരൊക്കെ ഡ്രസ്സ് മാന്യമായിട്ടിട്ടാണ് നടക്കുന്നവർ. ഒരു ആൺകുട്ടികൾ പോലും എനിക്ക് മോശമായ ഡ്രസ്സ് അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്കൊണ്ട് ഒരു കംപ്ലൈന്റ് ഉണ്ട്. മുടി തോന്നും പോലെ അവരെ ആക്കി വെക്കുക, മുടി നീട്ടി വളർത്തുക. ആണുങ്ങൾക്ക് ചേർന്നതല്ല മുടി നീട്ടി വളർത്തുന്നത്, അത് അവന് അപമാനമാണ്. പൗലോസ്ലീഹയുടെ പുസ്തകം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഡ്രസ്സിനെ പറ്റി, മുടി വളർത്തുന്നതിനെ പറ്റി. നിങ്ങൾ ഏത് ലോകത്തേക്ക് എങ്ങോട്ടാണ് നിങ്ങളുടെ ഈ ഓട്ടം? നിങ്ങൾക്കൊരു മര്യാദ എന്താണെന്ന് അറിയത്തില്ലേ? മാന്യമായ ഡ്രസ്സ് ധരിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? വേണ്ട, നിങ്ങൾ ആ പള്ളി വരുമ്പോൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് വന്നുകൂടെ?
നിങ്ങളുടെയൊക്കെ അധ്യാപകരില്ലേ, നിങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകരില്ലേ, അവരുടെ കണ്ണിനാൽ തന്നെ കുരു കാണാൻ വന്നിരിക്കുന്നേ. അവർക്ക് തുറന്ന കാര്യങ്ങൾ പറയത്തില്ലേ നിങ്ങൾ മാന്യമായി ഡ്രസ്സിട്ട് പള്ളി വരണമെന്ന്? നിങ്ങൾ എതിർക്കുവോ? ഈ ടീച്ചേഴ്സിനെ അവരെ എതിർക്കുവോ? അല്ലെങ്കിൽ പള്ളി വികാരി എതിർക്കുമോ അച്ഛനെ? എന്താ എവിടെയാ നിങ്ങളുടെയൊക്കെ കണ്ണും കാതും? നിങ്ങൾ ആരെ നോക്കാനേ, ആരെ കാണിക്കാനേ ഇതുകൊണ്ട് വരുന്നത് അങ്ങോട്ട്? ഇവിടെ എന്താ നിങ്ങൾക്ക് ഇത്രമാത്രം ഈ അച്ഛന്മാരൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഈ കാരണക്കാരൻ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഇടവകയിലും സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. അവരെ കുറ്റം പറയാനൊന്നും പറ്റിയല്ല. അവർക്ക് സാധാരണ മനുഷ്യരവരും. നിങ്ങളുടെ എൻ്റെത് കണ്ടോ ഇത് എനിക്ക് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മറുവശം ഇരിക്കുന്ന അവിടെ ആൺകുട്ടികളും പെണ്ണുങ്ങളും അപ്പനും അമ്മയും സഹോദരന്മാരൊക്കെ വന്ന് ഇരിക്കുന്ന ഇടയ്ക്കല്ലേ നിങ്ങൾ ഈ വേഷം കെട്ടി വന്നിരിക്കുന്ന ആണോ മാനില്ലാത്ത പെൺകുട്ടികളെ? നിങ്ങൾക്ക് നല്ല മാന്യമായ ഡ്രസ്സ് ഇട്ട് നിങ്ങൾക്ക് വരത്തില്ലേ? നിങ്ങളെപ്പോലുള്ള ചെല്ലുമ്പോൾ കുർബാന പോലും കൊടുക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അച്ഛന്മാർ അവർക്ക് പേടിയണ്ടേ? അവർക്കും പേടിയപ്പോൾ ഈ സമൂഹത്തെ കൊടുത്തില്ലെങ്കിൽ പിടിച്ചു മേടിച്ച് വയർ തന്നേച്ച് പോകുന്ന ജാതിയാണ് നീയൊക്കെ. കൃപ കിട്ടുകയില്ല, ദൈവാനുഗ്രഹം ഉണ്ടാകുകയില്ല. ചന്തസ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് വന്ന് നിന്നിട്ട് പോകാം. അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊരു കൂട്ടുകാർ, ആ കുട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു ദിവസം ഞാൻ ആ കുട്ടീനെ ആദ്യം ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്ന കുഞ്ഞിനെ. അത് ഇച്ചിരി ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് 11 12ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്കും വേഷം പാവെല്ലാം മാറി. സാധാരണ വന്നിരുന്ന മുടി പശു നക്കി പോലത്തെ മുടിയായി, പിന്നെ മുഖമൊക്കെ ചെത്തി മിനുക്കി ഏതെല്ലാം കോലത്തിലാക്കി വെച്ചു. മുറുക്കിയും ചുമപ്പിച്ചോലെ ചുണ്ടൊക്കെ ചുമന്നിരിക്കുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, കുട്ടി മോളെ നീ എന്നാടി മുറുക്കിയിട്ടാണോ വന്നേന്ന് ചോദിച്ചു. ആ കൊച്ചിന് അതൊരു അപമാനമായിപ്പോയി ഞാൻ അങ്ങനെ ചോദിച്ചത്. നീ മുറുക്കിയിട്ടാണോ വന്നേ? പള്ളി വരുമ്പോൾ അതിൻ്റെതായ മര്യാദയ്ക്ക് വരണം, അതുപോലെയുള്ള ഡ്രസ്സിട്ട് വരണം, മോശമായിട്ട് വരരുതെന്ന് പറഞ്ഞു. ആ കൊച്ചു അതിൽ പിന്നെ കണ്ടാൽ മിണ്ടിയിട്ടില്ല. വേഷത്തിനും ഭാവത്തിനും ഒന്നും ഒരു മാറ്റവുമില്ല, കോല അത് തന്നെ. പക്ഷെ അതെന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. അതാണ് ലോകം. എനിക്ക് അങ്ങനെ കുറേ കുട്ടികളുണ്ട്. പിന്നെ വേറെയുണ്ട്, അല്ല ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇതിങ്ങളുടെ മുടിയൊന്ന് ഒതുക്കി കെട്ടി വെക്കത്തില്ലേ? എണ്ണയും തേക്കിയല്ല പാറി പറന്ന് അഴിച്ചിട്ട് ഇങ്ങനെ വേറെ പ്രേതം വരുന്നില്ലെങ്കിൽ വരും. ഒന്ന് മൂടി കെട്ടി വെക്കത്തില്ലേ? അഴിച്ചിട്ട് ചുരിദാർ ഇടാം. ചുരിദാർ ഏറ്റവും നല്ല ഡ്രസ്സാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുവാണെങ്കിൽ ചുരിദാർ ഏറ്റവും നല്ല വേഷം. പക്ഷെ ഒരു കുറവുണ്ട് അവിടെയും. പറയട്ടെ, ഷോൾ ഇടൂല നിങ്ങൾ. ഇങ്ങനെ ഇങ്ങ് വരും ഷോൾ പോലും ഇടാം. അതൊക്കെ പെറുക്കാൻ കയറിയ സാധനം എടുത്തോണ്ട് പോകും. അത് അവനതാ ഇഷ്ടം. അവന് കണ്ണിന് കാണണ്ടേ? അവൻ്റെ കണ്ണിന് കാണണമല്ലോ നിന്റെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഷാളൊക്കെ പെറുക്കി അങ്ങോട്ട് എറിയും. അത് വേണ്ട. പിന്നെ ഇവിടുത്തെ കീറിൽ എത്ര കയറ്റം ഇത്രയും പേർക്ക് കൈ കഷത്തിനാണ് വരെ കയറ്റം അത്രയും കയറ്റും. പക്ഷെ അതിന് ഒരു മര്യാദയുണ്ട് ചുരിദാർ ഇടുന്നതിനും. ചുരിദാർ നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അത്ര നല്ല ഡ്രസ്സ് വേറെയില്ല. ഷോൾ ഇടണം. പെൺപിള്ളേർ അവരവരുടെ ശരീരഭാഗം മറച്ചിരിക്കണം, വൃത്തിയായിട്ട് നടന്നിരിക്കണം. ഇറുക്കി പിടിച്ച് ശരീരത്തിൻ്റെ അവയവങ്ങൾ എവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിൽ നിർക്കി അടിക്കുകയും ചെയ്യരുത്. അതൊക്കെ ഭയങ്കര മോശമാണ്. ഇതൊക്കെ സാത്താൻ്റെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച് വരുന്നത്. ഷോളൊക്കെ ഇല്ലാതെ മാറ്റിയത് അതും തന്നെയാണ്, വേറെ ആരുമല്ല. നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ മനസ്സിന് നിങ്ങളെയും കൊടുത്തുപോയി. കർത്താവിന് എല്ലാവരും പറയും കർത്താവും പരിശുദ്ധ അമ്മ അങ്ങനെ ഇങ്ങനെ അവരെല്ലാവരും അവരുടെ മുമ്പിൽ തൊഴുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയല്ല കേട്ടോ. അവരൊന്നും ഇങ്ങനെ കോലം കെട്ടി നടക്കുന്നവരല്ല. ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് നമ്മുടെ പണ്ടത്തെ ഒരു 2-3 കൊല്ലം അല്ല പോട്ടെ, ഒരു 5 കൊല്ലത്തിന് മുമ്പ് വരെ ഈ ലിപ്സ്റ്റിക്ക് സാധനം പോലെ സിനിമയിലൊക്കെ കാണുന്നവർ ഇടുന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഇടയിലെല്ലാം ചുറ്റുവട്ടത്തൊക്കെ ഇത് തന്നെയാണ്. നാണമില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? ക്രിസ്ത്യാനി എന്നൊരു നാമം നിന്റെ നെറ്റിയിലില്ലേ? നാണം കെട്ട മനുഷ്യരെ, നിങ്ങൾക്ക് ഇനി എന്നാ ബോധം ഉണ്ടാകുന്നത്? നിങ്ങളുടെയൊക്കെ മക്കൾ പിഴച്ചു പോയെന്ന് കേൾക്കുമ്പോഴാണോ? അല്ല വഴിതെറ്റി പോയെന്ന് കേൾക്കുമ്പോഴാണോ? അതോ കണ്ടവനോട് ഇറങ്ങിപ്പോയെന്ന് കേൾക്കുമ്പോഴാണോ നിങ്ങൾക്കൊക്കെ ബോധം ഉണ്ടാകുന്നേ? ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് മാതാപിതാക്കൾ ധൈര്യമായിട്ട് കല്യാണം ആലോചിക്കാനൊന്നും പറ്റിയല്ല. വിവാഹാലോചനയൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ മക്കളുടെ അനുവാദം അറിയണം, അവരുടെ ഇഷ്ടങ്ങൾ അറിയണം. അതിൻ്റെ ഇടയ്ക്ക് ഇവർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ 90% ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിൽ ഇവർ മാതാപിതാക്കൾക്കൊന്നും ചോദിക്കാൻ ധൈര്യമില്ല. ഇന്നവനെ കൊണ്ട് കെട്ടിക്കുക അല്ലെങ്കിൽ ഒരു ആലോചന വരുന്നുണ്ട്. ഏയ്
അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളും. ആ സമയം നിങ്ങളങ്ങ് നടത്തി തന്നാൽ മതി. പിന്നെ ചട്ടകം പോലെ ഒരു സാധനമുണ്ട് കൈ പിടിച്ചുകൊണ്ട്. അത് എവിടെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും. റോഡേ പോകുമ്പോഴും ബസ്സേ കയറുമ്പോഴും ചോറുണ്ണാനിരിക്കുമ്പോഴും ഈ തോണ്ട. ഈ സാധനം ഇല്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ജീവിച്ചിട്ടില്ലേ? ഞങ്ങൾക്കൊക്കെ ഉണ്ടാ സാധനം. പക്ഷെ ഞങ്ങളത് വഴി നടത്തുമ്പോൾ ഇങ്ങനെയല്ല. വഴി ഒരു കോൾ നിന്നപ്പോൾ ഞാൻ എടുക്കുകയില്ല. ഈ നല്ല സാധനങ്ങളുണ്ട്. നല്ല സാധനത്തിന് മോശം കാര്യങ്ങൾ കൂടി ഉപയോഗിച്ച് അതിന്റെ മഹത്വം കളയുന്നവരാണ് നിങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. ഈ സാധനം ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടത്തില്ല. ആരാ നിനക്ക് ഇത്ര കാര്യമായിട്ട് വിളിക്കാനിരിക്കുന്നത്? ഈ ഇന്ത്യ രാജ്യത്തെ ചക്രം കുത്തിയിരിക്കുന്ന നീയാണോ? നിനക്ക് അപ്പപ്പോൾ കോള് വരാൻ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവിടാനും പറഞ്ഞു വിടാനൊക്കെ നീയാണോ ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്? അല്ലല്ലോ. പിന്നെ ഏത് നേരം നീ ഈ സാധനം കൈ പിടിച്ച് ഇങ്ങനെ അടങ്ങി നോക്കി നടക്കേണ്ട കാര്യം. പിന്നെ നിന്റെ തന്റെ തള്ളി നിന്റെ പിന്നെ കൂടെ പോയപ്പോൾ നീ കാണുകയല്ലോ. പിന്നെ അല്ലെങ്കിലും കാണുകയില്ല, വീട്ടിലുണ്ടെങ്കിലും കാണുകയില്ല. പിന്നെ പരസ്പരം സമ്പർക്കമില്ല ആരും. ഒരു മേശയിലിരുന്ന് ആരും ഒന്നിച്ചെന്ന് ഭക്ഷണം കഴിക്കുക. മേശയിലായാലും എവിടെ ഇരുന്നായാലും ഒന്നിച്ചെന്ന് ഭക്ഷണം കഴിക്കലില്ല. ഉണ്ടെങ്കിൽ പോലും ഈ സാധനം കയ്യില്ല. ഇത് നോക്കിക്കൊണ്ട് ഈ ചോറിനകത്ത് വരെ ഈച്ച പാറ്റ വന്ന് വീണാൽ പോലെ അതുവരെ വയർ തിന്നും. ചോറ് കിട്ടണമെന്ന് നിർബന്ധവും ഇല്ല, ഭക്ഷണം കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ സാധനം കൈ കിട്ടിയാൽ മതി, എല്ലാം ഓക്കെ ആയി. നിങ്ങളുടെ മക്കളെ സൂക്ഷിച്ച് വളർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൈവിട്ട് പോകും. നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കട്ടെ നിങ്ങളുടെ മക്കള്. എനിക്ക് പേടിയൊന്നുമില്ല ഈ കാര്യത്തിൽ. എൻ്റെ വീട്ടിൽ പെങ്കൊച്ചുങ്ങളുണ്ട്, പക്ഷെ അവരിങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. അവർക്ക് വീട്ടുമാതാപിതാക്കൾ നല്ല പേടിയുണ്ട്. ഡ്രസ്സിലൊന്നും ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല. എനിക്ക് അഭിമാനം അത് ഓർത്തിട്ട്. എന്നാലും ജീൻസൊക്കെ ഇടും, നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിട്ടിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്നേ. പക്ഷെ അവർ നിലവിട്ട ഡ്രസ്സ് ധരിച്ചിട്ടില്ല. വാങ്ങി കൊടുക്കുകയില്ല. ഞങ്ങൾ വാങ്ങി കൊടുക്കുന്ന ഇടാൻ പറ്റുമെങ്കിൽ കിട്ടാൻ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. നീ പഠിക്കുകയും വേണ്ട, ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. അടങ്ങി ഒതുങ്ങി. അവർ വാശി പിടിച്ചിട്ടുമില്ല കേട്ടോ, ഉള്ളത് പറയാം. വാശി പിടിച്ച വിവരം അറിയും. ദരിദ്ര കുടുംബം ഞങ്ങളുടെ കുടുംബം. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺപിള്ളേർ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിലുള്ള വിവരം അറിയും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പണമായി, പത്രാസായി, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളായി, നല്ല 2 നില 3 നില വീടായി, ഇഷ്ടമുള്ള വാഹനങ്ങളായി, വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നപ്പോൾ ഉടുതുണി വേണ്ടെന്നായി. എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നപ്പോൾ ഉടുതുണി നിങ്ങൾക്ക് വേണ്ടെന്നായി. ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് നിനക്ക് ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് ധരിച്ചിരുന്നു. നിന്റെ ശരീരം ആർക്കും പ്രതിശവസ്തുവാക്കി നീ കൊണ്ട് നടന്നിട്ടില്ല. എല്ലാ സൗകര്യങ്ങളായപ്പോൾ നിനക്ക് ഉടുതുണിക്ക് ക്ഷാമം വന്നു. ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് ആര് കേട്ടാലും എന്നെ എങ്ങനെ വിമർശിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ വിമർശിക്കുന്നവർക്ക് നാളെ വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ട് പള്ളി വരിക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊന്നും നല്ല ഒരു വെള്ള ഉടുപ്പോ കുഞ്ഞു പിള്ളേർ, അല്ലെങ്കിൽ നല്ലൊരു വെള്ള ചുരിദാറോ, ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച പള്ളി വരത്തില്ലേ? കർത്താവിൻ്റെ മനസ്സൊന്ന് തണുക്കാനെങ്കിലും. നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ ക്രൂശേക്ക് ഒരു തൂങ്ങിക്കിടക്കുന്നതിന് ഒരു ജീവനില്ലാത്തൊരു വസ്തുവാണ് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് ജീവനില്ല, പക്ഷേ കർത്താവിൻ്റെ ആത്മാവുണ്ട് ജീവനുള്ളത്. അത് പള്ളിയിലുണ്ട്. ആ കർത്താവ് ഇത് കാണുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കോലം കർത്താവ് നേരിട്ട് കാണുക. ഒരു പരാതിയും പറയാത്ത ഒരാളല്ലേ നമ്മുടെ കർത്താവ്. പക്ഷെ അനുഗ്രഹവും കിട്ടുകയില്ല. ആ പരാതി ഇല്ലെങ്കിൽ അനുഗ്രഹവും ഇല്ല. ആവത്തെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് ഈ വേഷത്തിൽ. അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും പറയണത് ഉണ്ട് മനസ്സിൽ, പക്ഷെ അവർ പറയില്ല, പേടിച്ചിട്ട്. നിങ്ങളെ പറയുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ പ്രതികരിക്കുക. ഞാൻ തന്നെ പറഞ്ഞില്ലേ, എനിക്കറിയാവുന്നൊരു കൊച്ച്, എൻ്റെ കൺമുമ്പിൽ വളർന്നൊരു പെങ്കൊച്ച്. ഞാൻ അത്രയും ചോദിച്ചാൽ അത് എന്നോട് പറയാ. അത് എന്നോടൊന്നും മറുപടി ഒന്നും പറഞ്ഞത് ചിരിച്ചു. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാ ചേച്ചി എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കേട്ടോ, എപ്പോഴത്തെ ട്രെൻഡ്. അത് പിന്നെ അതിനോട് മിണ്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നീ മുറുക്കിയിട്ടാണോ പള്ളിയിൽ വന്നതെന്ന്. മുറുക്കിയെങ്കിൽ പോയി വായും കറിയൊക്കെ ഒന്ന് കഴുകാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിക്ക്. ഞാൻ അവളുടെ ഇഷ്ടം നോക്കിയിട്ടല്ല പറഞ്ഞത്. എനിക്ക് വിഷമോ സങ്കടം ഇപ്പം അതൊന്നും കാണുമ്പോൾ എനിക്ക് വിഷമമൊന്നും വരാറില്ല. ദേഷ്യം വരുന്നേ, നല്ല ദേഷ്യം വരും. എൻ്റെ അടുത്തോ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും കാണുക അന്നേരം കൊട്ടുകടി. എനിക്ക് ഒരു പേടിയുമില്ല. പക്ഷേ ഈ വേദപാഠം പഠിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ,
അവർ കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് മഹാൻ മോശമാണ്. അവർ നല്ല ഭംഗിയായിട്ടാണല്ലോ വരുന്നത്, സാരിയൊക്കെ കൊടുത്ത് അടക്കത്തോടെ ഒതുക്കത്തോടെ ഒക്കെയാണ് വരുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ എവിടെയെങ്കിലും എങ്ങനെയാണെന്ന് ഇടവകയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല വൃത്തിക്ക് മാന്യമായി നല്ല അന്തസ്സോടെ മാന്യമായി ഇടപെടൽ, നല്ല ഡ്രസ്സിലൊക്കെ അവർ വരുന്നത്. അവർ ചുരിദാറിട്ട് വന്നാലും അത് കാണാൻ ഭംഗി തന്നെയാണ്. പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ പോയി അവിടെ കൊണ്ട് പോയി. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലും മനസ്സിന് ഒരു സ്വസ്ഥതയില്ലാന്ന് തോന്നിയിട്ടാണ് ഇന്ന് ഞാനിത് ഇത്രയെങ്കിലും പറഞ്ഞത്. അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. എവിടെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഏത് ലോകത്തെ ഇവരൊക്കെ ജീവിക്കുന്നത് ഞാൻ ഓർക്കുന്നത്. ഞാനൊരു പെങ്കൊച്ചിനോട് ഇതുപോലെ, അത് ഒരു നമ്മുടെ അക്രസ്തരാണ് കേട്ടോ, ക്രിസ്ത്യാനികളല്ല. എൻ്റെ കടയിൽ വന്നിരുന്നുണ്ട്. എനിക്കൊരു ഷോപ്പുണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഷോപ്പിൽ, ആ ഷോപ്പിൽ വന്നിരുന്നുകൊണ്ട് അമ്മയും 2 പെമ്മക്കളും. പെമ്മക്കളുണ്ട് 2, ഒരാളെ വന്നുള്ളൂ, ഒരു മകള്. ഒരു അഭിമാനത്തോടെ എനിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടും അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു. ചേച്ചി, പിന്നെ എടി, നിന്റെ അറിവിൽ ആരെങ്കിലും ഒരു ചെറുക്കനുണ്ടോ ഇവക്ക് വേണ്ടി? ലണ്ടനിൽ UK നേഴ്സാ. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, പെൺപിള്ളേരെ കല്യാണം ആലോചിക്കൊണ്ട് അവരെ കെട്ടി കുടുംബത്തിലിരുത്താനല്ലേ, ഇതിനൊന്നും കൊണ്ടേ കുടുംബത്തിലിരുത്താൻ കൊള്ളുകയില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയെന്ന് പറഞ്ഞു. എന്താണെന്നറിയാവോ? പാൻറ്റും ഷർട്ടും ആണെന്ന് തോന്നുന്നു. ഷർട്ടല്ല, ബനിയനാണോ, എന്തൊരു കുന്തം കോട്ടാച്ചക്കറും. അതിന് കൈയും കഴുത്തും കാലൊന്നും ഇല്ല, വെറുതെ ഒരു ഫ്രണ്ട് വശം മാത്രം ലേശം മറച്ചിട്ടുണ്ട്. പിന്നെ ഇറുകിയ പാൻറ്റ്, പിന്നെ പിന്നെ അതൊരു ഫോട്ടോയിൽ. പിന്നെ ഒരു ഫോട്ടോയിൽ കൈയില്ലാത്ത ഒരു ബനിയനും എന്തോ ഒരു കുന്തം കുറച്ചക്കർ ഇട്ടിട്ടുണ്ട്. അത് അപ്പനും അമ്മയും കുടുംബത്തോടെ നിന്ന് എടുത്തതാ. എന്നെ അഭിമാനത്തോടെ ഇത് കാണിച്ചേ. ഫോട്ടോ വാങ്ങി ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ വേണ്ടി കല്യാണം ആലോചിച്ചിട്ട് ചെറുക്കന്മാരുണ്ടെ കാണിച്ചു തന്നിട്ട് തല്ലുകൊള്ളാൻ എന്നെ കൊണ്ട് പറ്റിയില്ലടി എന്ന് പറഞ്ഞു. അവളുടെ മുഖം വിളറിപ്പോയി. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ചേച്ചി, എടി, ഇവിടെയൊക്കെ എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ആയിക്കോട്ടെ, പക്ഷെ നീ ആലോചിച്ചു, ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ചെറുക്കന്മാർ അങ്ങനത്തെ കോലം കെട്ടി നടക്കുന്നില്ലല്ലോ, പിന്നെ ഇതിന് നമുക്ക് ഇങ്ങനത്തെ പെൺപിള്ളേർ നമ്മുടെ ചെറുക്കന്മാർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അക്രസ്തരായ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊരു എന്നോട് അഭിമാനത്തോടെ ഇങ്ങനെ കാണിച്ചു തരിക. ഞാൻ പറഞ്ഞു, ഈ കൊച്ചെ ഏതാ? അവളെ നോക്കിയിട്ട് ഈ കൊച്ചൊക്കെ എനിക്ക് മനസ്സിലായില്ല, അത്രയ്ക്ക് വ്യത്യാസം ഡ്രസ്സിൽ. ഞാൻ ചോദിച്ചത്, ഈ കൊച്ചേതാ? അത് ഞാൻ തന്നെ ചേച്ചി എന്ന് പറഞ്ഞു. ആ, കൊള്ളാലോ, നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചു. നീയൊക്കെ വഴി ഇറങ്ങി പോകുമ്പോഴല്ലേ ബസ്സിൽ നിന്നെ കാര്യങ്ങൾ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും പറയരുത്, നിന്നെ തന്നെ നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ആരും അങ്ങനെയൊന്നും ചെയ്യുമൊന്നുമില്ല എന്ന് പറഞ്ഞു. ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ചെയ്യാതിരിക്കട്ടെ, ഈ കുറച്ച് പോയി ചെയ്യുകയല്ല. എൻ്റെ ഇവർ ഇച്ചിരി കള്ളുകൂടിയാണ്, ഇച്ചിരി തണ്ണിക്കടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെയൊക്കെ നിയന്ത്രണം പോകുകയല്ലേ. എന്തിനാ അവരെ പറയുന്നത്? ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും ഒരു കേസ് പോലും എടുക്കാൻ പാടില്ല. ഇത് സത്യം പറഞ്ഞ ഒരു കോമഡി ഷോയിൽ, എന്തോ ഒരു കോമഡി ഞാൻ കണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ, യൂട്യൂബിൽ തന്നെ. ഒരുത്തി ഇതേപോലെ കഴിച്ചിട്ട് അർദ്ധനഗ്നയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോയപ്പോൾ ഒരുത്തം കയറി പിടിച്ചു. അവന് കള്ളുകൂടിയൊക്കെ ഉണ്ട്, ഇച്ചിരി കള്ളൊക്കെ കുടിച്ചിട്ടാന്ന് തോന്നുന്നു. അവസാനം പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് അവിടെ ചെന്നു. ഈ കള്ളുകൂടിനെ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ പോലീസുകാരനോട് ഈ കള്ളുകൂടിയാണ് ഡയറക്റ്റ് ചോദിക്കുക, എൻ്റെ സാറേ, ഇത് ഇങ്ങനെയൊക്കെ കാണിച്ചു കിടന്ന ആരുടെ നിയന്ത്രണങ്ങളെ വിടാത്തേക്ക്? സാറിൻ്റെ ആണെങ്കിൽ നിയന്ത്രണം വിട്ടുപോകും, ആരായാലും ഒന്ന് കയറി പിടിച്ചു പോകുന്നു. പോലീസുകാരൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ആ പെണ്ണ് തലയും താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടു. ഒരക്ഷരം പോലും മിണ്ടിയില്ല. നിങ്ങൾ മാറണം, നിങ്ങൾ മാറി നിങ്ങൾ ഭംഗിയായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കണം. നിങ്ങൾ അങ്ങനെ നടന്നു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം വരാൻ പോകുന്നത് നമുക്കൊന്ന് കാണാമല്ലോ. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഒന്നും നഷ്ടപ്പെടുകയെന്ന് മാത്രമല്ല, നല്ല അഭിമാനം ഉണ്ടാവും. നല്ല അഭിമാനത്തെ അന്തസ്സുള്ള കുട്ടിയെന്ന് പറയും. അതൊക്കെ അതിൻ്റെ കുടുംബത്തിൽ പഠിച്ചുകൊണ്ട്, അതൊക്കെ അതിൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കൾ നല്ലവരായതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്ര അന്തസ്സോടെ അഭിമാനത്തോടെ നല്ല ഡ്രസ്സിനായിട്ട് നടക്കുന്നത്. നിങ്ങളപ്പോൾ തുണി അഴിച്ചിട്ട് നടക്കുകയായിരുന്നു മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ നോക്കി അങ്ങനെ നടന്നു നോക്കിയേ. മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ നടക്കാനുള്ളതിന് മറ്റുള്ളവർക്ക് കാഴ്ചവസ്തുവായിട്ട് നിൻ്റെയൊക്കെ ശരീരത്തെ നീക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് നാണോ മാനമില്ലാണ്ട് നടക്കുക മോഡലാന്ന് പറഞ്ഞ്. എന്ത് മോഡല്? ചുരിദാർ ഇട്ടാൽ മാത്രം പോരാ, ഷോൾ ഇടണം മര്യാദയ്ക്ക്. വേഷം കെട്ടി നടക്കരുത്. നിൻ്റെയൊക്കെ ശരീരം നീയൊക്കെ മറച്ചില്ലെങ്കിലുണ്ടല്ലോ, കണ്ടവന്മാർ കയറി പെരുമാറും. അപ്പം പഠിച്ചോളും, ദൈവം ഞാനിങ്ങനെ നടന്നിട്ടാണല്ലോ എന്ന്. പിന്നെ മോങ്ങിട്ടും കരഞ്ഞിട്ടോ അവരെ കൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ചട്ടം കൊണ്ടല്ലോ, അത് ഇങ്ങനെ കൈപ്പിടിച്ച് നടക്കരുത്. ബാഗ് ഉണ്ടെങ്കിൽ ബാഗിൽ വെച്ചോളണം. അത്യാവശ്യം കൂടുതലും മാത്രം എടുത്ത് ഉപയോഗിക്കാനുള്ളത് അത്. അമൃതം അധികമായാലും വിഷം തന്നെയാണ്. പാലും നല്ലതാ. പാലില്ലേ, നമ്മൾ ചായ ഒഴിച്ച് കുടിക്കുന്ന പാലില്ലേ,
അത് നല്ലതാ. കെട്ടുപോയാൽ അതിനത്രയും മോശം വേറൊന്നില്ല. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി എത്ര കടുപ്പത്തിൽ പറഞ്ഞത്. നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, അനുഭവത്തിൽ വരുമ്പോൾ ഇഷ്ടപ്പെട്ടോളൂ. കുറച്ചൊക്കെ മര്യാദയ്ക്ക് പെൺമക്കളെയൊക്കെ പിന്നെ ഡ്രസ്സ് ധരിക്കാൻ പഠിപ്പിക്കും. ഇറുകിയ ജീൻസ് ഒന്നും ഇട്ട് പുറത്തിറക്കരുത് പെൺപിള്ളേരെ. ദൈവത്തിന്റെ മക്കളെന്നൊരു പേരും ദൈവത്തിന് അപമാനവും. ഇത് പള്ളി വരുമ്പോഴെങ്കിലും കുറച്ച് മര്യാദയ്ക്ക്, അല്ലെങ്കിൽ അച്ഛൻ എന്ത് തോന്നും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചർമാർക്ക് എന്ത് തോന്നും, ഒന്നും ചിന്തിക്കത്തില്ലേ നിങ്ങൾക്ക്? അവർ പറയുന്നുണ്ടോ നിങ്ങളിങ്ങനെ പകുതി കാണിച്ചുകൊണ്ട് വരണം അവർ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ചിലവൊക്കെ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കൈയില്ലാത്ത ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ അതിൽ കൈയില്ലാത്ത ഒരം മാത്രം, ഈ കൈയുടെ ഈ ഒരു ഭാഗം മുഴുവനും കാണാം, താഴെ വശം വരെ. എന്തൊരു നാണക്കേടാ അത്. അവർക്ക് ഒരു മടിയില്ല ഇങ്ങനെ വരാൻ. കഷ്ടം. ഞങ്ങളൊന്നും ഷോളിടാതെ പോലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പോലും ഇല്ല. നാണം അഭിമാനം, ഈ അഭിമാനം അന്തസ്സൊക്കെ പറയുന്നുണ്ടല്ലോ, അത് വില കൊടുത്ത് വാങ്ങുന്നതല്ല. അതൊക്കെ നല്ല കുടുംബത്തിൽ അവർക്ക് കിട്ടുന്നതാണ്. നല്ല കുടുംബത്തിൽ പിറക്കണം, നല്ല മാതാപിതാക്കൾക്ക് ജനിക്കണം മക്കൾ. അവർ പറഞ്ഞു കൊടുക്കും നല്ലത് അന്തസ്സോടെ. മക്കളെ നമ്മൾ ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. പെൺപിള്ളേർ അടങ്ങി ഒതുങ്ങി നടക്കണം. ഈ ഈ നാടിന്റെ പ്രത്യേകത, ലോകത്തിന്റെ പുറകെ നിങ്ങൾ എന്തിനു ഓടണം? ലോകം നല്ല ലക്ഷ്യത്തിലല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ നയിക്കുന്നത് ചെകുത്താനാണ് ഭൂരിപക്ഷവും. അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കരുത്. വലിയ അപകടങ്ങൾ വന്ന് ചേരും. ഇഷ്ടപ്പെട്ടവനെ കൂട്ടിക്കൊണ്ടുവരിക, ഇഷ്ടപ്പെട്ടവനെ കല്യാണം. പിന്നെ ഞങ്ങളുടെ എനിക്കിപ്പോൾ അടുത്തറിയാവുന്ന എൻ്റെ സ്വന്തം വീട് പോലെ കഴിഞ്ഞത് അടുത്തൊരു കുടുംബത്തിലെ ആ അമ്മച്ചിയുടെ മകൻ്റെ കൊച്ചിനെ ക്രിസ്ത്യാനിയാണ് ഒരു ഹിന്ദു കെട്ടിക്കൊണ്ടുപോയി. ഞാൻ ഇന്ന് ആ വീട്ടിൽ പോയിട്ടില്ല. അതിന് എനിക്ക് അവർ ഫോണിൽ കൂടെ പോലും വിളിക്കാൻ ഇഷ്ടമില്ല. ഞാൻ എത്രമാത്രം കല്യാണം മാറിപ്പോണേന്ന് ഞാൻ മനസ്സൊരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു പയ്യൻ കെട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യാനികൾക്ക് അവിടെ ഇന്നും ചെറുക്കനില്ല. ക്രിസ്ത്യാനി പെൺപിള്ളേരെ ക്രിസ്ത്യാനി ചെറുക്കന്മാർക്ക് കിട്ടുന്നില്ല. കൗണ്ടന്മാരെല്ലാം കെട്ടിക്കൊണ്ട് പോവുക. നല്ലൊരു പെങ്കൊച്ചായിരുന്നു. കണ്ട ആണുങ്ങൾ കൊണ്ടുപോയി. ക്രിസ്ത്യാനികൾ ഇതാ ദേരാഭാരം തേണ്ടി നടക്കുക ഒരു പെണ്ണിനെ കിട്ടാതെ. ആരോടാണ് സങ്കടം പറയേണ്ടത്? സങ്കടമൊന്നും എനിക്ക് ഒരു കാര്യത്തിൽ ഒട്ടും സങ്കടമില്ലെന്ന് മാത്രമല്ല, നല്ല അരിശോ നല്ല ദേഷ്യം നല്ല പേട്ട കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. സങ്കടം തോന്നുന്നു വചനത്തിൽ വ്യത്യാസം കാണിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വചനത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് പ്രഭാഷകന്റെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ പോയാൽ എങ്ങനെ ആരുമായിട്ട് ഇടപെടണം, എങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഇടപെടണം എന്നൊക്കെ അതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അറിവ് കിട്ടാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുക, അറിവ് കിട്ടും. കഷ്ടം, വിഷമം. ഇപ്പോഴത്തെ കുട്ടികളുടെ പോക്കും. എന്നാൽ ആൺകുട്ടികൾ എത്രയോ ഭേദമാണ്. അവരെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി അവർക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന കാണാൻ? ആ മുടി അയച്ചിട്ടുള്ള വിരവണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു വള്ളിയെടുത്ത് കെട്ടി വെക്കത്തില്ലേ അത്? 4 മുടിയുള്ളത്. ഇഷ്ടി വരുന്നവരെ പേടിയും പ്രേതം വരുന്നത് തോന്നും കണ്ടാൽ. ഒരു യാത്ര കഴിഞ്ഞ് വരുവാണെങ്കിൽ ഉറപ്പ് വല്ല കുഞ്ഞുങ്ങളും കണ്ടാൽ ബോധം കെട്ടി വീഴും. ഇതിൻ്റെയൊക്കെ മുഖത്ത് ഒന്നാതെ ഈ എണ്ണ തേക്കാത്ത മുടി ഇങ്ങനെ പടത്തിയിടുക, മുഖത്ത് ചായവും തേച്ച്, ചുണ്ടിലും ചായം തേച്ചു ഇങ്ങനെ എഴുന്നള്ളി വരുന്ന കണ്ടാലുണ്ടല്ലോ സാസൽ ചെറുത്താനെ കൂട്ടി ഇറങ്ങി വരുന്നവരുണ്ട്. ഇവരുടെയൊക്കെ പേര് ഭയങ്കര സൗന്ദര്യമാണ് ഇവരുടെ വിചാരം. എന്നാൽ ചില 100-ൽ ഓരോണ്ടെങ്കിലും കാണും നല്ല അടക്കത്തോടെ ഒതുക്കത്തോടെ മുടിയൊക്കെ പിന്നി കെട്ടി ഒതുക്കി കെട്ടി നല്ല മാന്യമായ ഡ്രസ്സൊക്കെ തേച്ച് വരുന്ന കാണുമ്പോൾ അഭിമാനം തോന്നും അതുങ്ങൾ കാണുമ്പോൾ. ഒന്നും ഞാൻ പറയുന്നില്ല. മാതാപിതാക്കൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ നന്നായി ജീവിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ പഠിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ പഠിച്ച് +2 എല്ലാം കഴിഞ്ഞ് നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് വരെ നല്ല ഫുള്ള് ഡ്രസ്സുണ്ട് ശരീരത്തിൽ. പിന്നെ പുറത്തേക്ക് വിവരാജ്യത്തെ ഒരു പോക്കുണ്ട്. ആ പോയിട്ട് വരുമ്പോൾ ഉള്ളതിന് പകുതിയില്ല. പിന്നെ അവർ ഈ നാട്ടിൽ നിന്ന് പോയെന്നുള്ള വിവരമൊന്നും അവർക്കില്ല. അവർ വിദേശിയാണ്. അവരിവിടെ വന്നൊരു ഗസ്റ്റിനെ പോലെയൊക്കെ വന്നിട്ട് അങ്ങ് പോവുക. അമ്മ വീട്ടിൽ വന്നിട്ട് പോകുന്നവരൊന്ന് വന്നിട്ട് ഇവർക്ക് പിന്നെ അയൽവക്കക്കാരെയോ നല്ല നാട്ടുകാരെ ഒന്നിച്ച് പഠിച്ചവരൊന്നും കണ്ട് അറിയത്ത് പോലുമില്ല. ഞങ്ങൾ വിദേശികളാന്നേ, ഞങ്ങൾ UK-ക്കാരാ, ഞങ്ങൾ ഓസ്ട്രേലിയക്കാരാ, ഞങ്ങൾ കാനഡക്കാരാ. ഞങ്ങൾക്ക് നിങ്ങളുടെ നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
ഇപ്പം അങ്ങോട്ട് പോയി മിണ്ടാൻ പേടിയുണ്ട് ഞങ്ങൾക്ക്, തല്ല് കിട്ടിയാലോ. ഞാനൊന്നും മിണ്ടിയല്ല അങ്ങോട്ടൊന്ന് പോയിട്ട്. അവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ അറിയാമെങ്കിൽ വന്ന് നമ്മളോട് മിണ്ടട്ടെ. പോകുമ്പോൾ ഉള്ള ഡ്രസ്സില്ല, വരും പകുതിയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും നഷ്ടപ്പെട്ടു, നിങ്ങളുടെ കുടുംബവും നഷ്ടപ്പെട്ടു, മാതാപിതാക്കളും നഷ്ടപ്പെട്ടു. മുതുമുത്തച്ഛനായ അമ്മച്ചി അപ്പച്ചനും മാത്രം ഉണ്ടാകും, ഒരു വീടും കാണും, ഒരു ഹോം നേഴ്സും കാണും. ഇപ്പോൾ പുതിയൊരു വീട്ടുപണിക്കാർക്ക് ഒരു പേരുമുണ്ട്, ഹോം നേഴ്സ്. അവരും വില കുറച്ച് കാണരുതല്ലോ. ഹോം നേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അതുങ്ങൾ ഇതുങ്ങളെ നോക്കി ഇതുങ്ങൾ കഞ്ഞിയും വെച്ച് കൊടുത്ത് ഇതുങ്ങളുടെ തുണിയാലും കിട്ടും, വീടല്ല തുടച്ച് വൃത്തിയാക്കി ഇതുങ്ങളെ നോക്കി ഒരു മാസം ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ മേടിച്ച് അതുങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വരുമ്പോൾ നാട്ടിൽ നിന്ന് പുറത്തുനിന്നൊക്കെ പൈസ ഇങ്ങനെ വരുന്നോണ്ടേ അത് മതി. പിന്നെ അതോ ഇതുങ്ങൾ പ്രായമൊക്കെ കായ്ക്ക് തിരഞ്ഞിരിക്കുകയല്ലേ, ദിവസങ്ങൾക്ക് അതുങ്ങൾ മരിച്ചു പോയെന്ന് വിചാരിക്കുക. പിന്നെ ഉണക്കി വെക്കും ഒരാഴ്ചത്തേക്ക് മക്കളിങ്ങി വരാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഇവിടെ ഉണങ്ങി കഴിയും ഇത്, അല്ലെങ്കിൽ ചീഞ്ഞ് നാറാൻ തുടങ്ങും. കുറച്ച് അന്തരത്തിരിയും കത്തിച്ച് വെച്ച് കുറേ പൂക്കൾ വിട്ട് ഇതെല്ലാം മറിച്ച് പൊത്തി കുറേ പെർഫ്യൂം വാങ്ങി അടിച്ച് ഉണക്കി തേച്ച് മിനിക്കവിടെ വെക്കും. മക്കളെ വരണ്ടേ, അയ്യോ UK വരണം മകൻ, അവൾ ഹോസ്റ്റലിൽ നിന്ന് കാനഡയിൽ നിന്ന് മകനും മകളും വരണം, എന്നിട്ട് അടുക്കുള്ളൂ. അമേരിക്കയിലൊക്കെ പേരെന്തൊക്കെ, എന്താ വലിയ പേരാന്നറിയാവോ. അപ്പോഴത്തെ ഇതൊക്കെ ഉണങ്ങി നല്ല പൊരിച്ചെടുക്കാൻ പാകത്തിലൊക്കെ ആയിരിക്കും ബോഡി. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രിസറിലൊക്കെ വെച്ച് ഹോസ്പിറ്റലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ ആ സമയത്തേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇപ്പോൾ ഉണങ്ങുന്നില്ല, ചീയേ ഉള്ളൂ. ചിലപ്പോൾ പുഴുവൊക്കെ അരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പറയാതിരിക്കുന്നത് എങ്ങനെയാണ് മാതാപിതാക്കളാണ്. അവർ കൊമ്പും കുഴലൊക്കെ ഇത് കാണിച്ച് ഇങ്ങനെ ഗമയിലൊക്കെ ഇങ്ങനെ പകുതി തുണി കൊടുത്ത് പകുതി തുണി എടുക്കാതെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ അവരെ കാണുമ്പോൾ എല്ലാവരും പഞ്ചുപൂജ അടക്കി ഇങ്ങനെ ബഹുമാനത്തോടെയും പേടിയോടെ. എന്തിനാണ് ബഹുമാനിക്കുന്നത്? ഇവരേത് പകരം ബഹുമാനിക്കേണ്ടത്? എനിക്ക് പുച്ഛം തോന്നും കണ്ട, സത്യം പറഞ്ഞാൽ എനിക്കറിയാം പുച്ഛം അവരെ കാണുമ്പോൾ. ഇവർ പോലെ സാധാരണ സമ്പത്ത കുറേ പണം കൊണ്ടിരിക്കും വരുമ്പോഴത്തേക്ക് ഇവരെ ബഹുമാനിക്കാൻ ആൾക്കാർ, അയ്യോ അവർ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, ഒരു കാനഡയിൽ നിന്നാണ് വരുന്നത്. പത്രം എടുത്ത് പുറത്തോട്ട് കൊടുക്കാനാണ് തോന്നുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ കേരളത്തിൽ ജോലിയില്ലേ, നമ്മുടെ ഇന്ത്യയിൽ ജോലിയില്ലേ? തൂമ്പായും കത്തിയൊക്കെ പോട്ടെ, അതൊക്കെ പോയി. തൂമ്പയും ആരും തൊടിയല്ല, ഒരു ചൂലെടുത്ത് അടിച്ചു വാരുക പോലും ഇല്ല. പിന്നെ ആ തിന്ന പാത്രം കഴുകിയാല അതിന് വരെ വേലക്കാർ വേണം. നമ്മളെ സ്വയമേ നമ്മുടെ ലോകത്തെ നശിപ്പിച്ച് കളഞ്ഞു നമ്മൾ. അതിന് പ്രകൃതിയിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ അറിയാനുമുണ്ട്. പ്രകൃതി പോലും കോപിച്ചിരിക്കുന്ന അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരെ അറിയുന്നുണ്ട്. ക്ഷമിക്കണം കേട്ടോ, ഇതൊക്കെ തന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ, തുളുപ്പിപ്പോയതാ മനസ്സിൽ. ചുരുങ്ങിയ പക്ഷം ചുരിദാരെങ്കിലും ഇട്ട് പള്ളിയിൽ വരിക, ഷോൾ നിർബന്ധമായി ഇടുക, മറയ്ക്കേണ്ടതുപോലെയൊക്കെ മറച്ച് തന്നെ വരിക, മറയ്ക്കേണ്ടതൊക്കെ മറയ്ക്കണം. അതിനിവിടെ മതിയാക്കുക. ഇന്ന് വചനമൊന്നും വായിക്കുന്നില്ല, വചനമൊക്കെ നാളെ.